നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫിസിക്കൽ അടിച്ചിട്ട് പോകുക തന്നെ ചെയ്യും. അത് 100% ഉറപ്പാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ പുതുശ്ശേരിയിലുള്ള നമ്മുടെ രഞ്ജിതിനെയാണ്. നമ്മുടെ രഞ്ജിത വുമൺ CPO ജോലി കിട്ടി പോവാണ്. എന്തായാലും കൺഗ്രാറ്റ്സ് രഞ്ജിത. രഞ്ജിത നമ്മുടെ പഴയ സ്റ്റുഡൻ്റ് ആണ്. എന്തായാലും 10-ാം തീയതി പോവാണ്. അപ്പോൾ നമുക്കൊരു യാത്രയയപ്പ് അതിനോടനുബന്ധിച്ചൊരു വീഡിയോ ആണ്. എന്താണ് രഞ്ജിത നമ്മളിവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? നമ്മുടെ പുതിയ കുട്ടികൾ ഒരുപാട് ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചോദിക്കുന്നത്. രാജേശ്വരൻ്റെ ക്യാമ്പിൽ ഞാൻ സിവിൽ പോലീസിൻ്റെ ആദ്യ എക്സാം കഴിഞ്ഞ ശേഷം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് ചാനൽ വഴിയാണ് അറിയുന്നത്. അങ്ങനെ നമ്മൾ ക്യാമ്പിലേക്ക് വന്നു. ആദ്യമൊക്കെ ഫിസിക്കലി ഞാൻ ഒട്ടും ഫിറ്റ് ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ക്യാമ്പിലെ ഓരോ വർക്കൗട്ട് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി വർക്കൗട്ട് പല വർക്കൗട്ടുകളാണെങ്കിലും ഓരോന്ന് ചെയ്ത് വന്നിട്ട് നമുക്ക് ആദ്യം ഫിസിക് വൈസ് നമ്മൾ ആദ്യം ഓക്കെ ആക്കാന്നുള്ളതായിരുന്നു. ആദ്യ കുറേ മാസങ്ങളിൽ നല്ല രീതിക്ക് മോട്ടിവേഷൻ ആയിരുന്നു. നമ്മൾ ഇവിടുത്തെ ക്യാമ്പിലെ ബാക്കി കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ രാജേഷേട്ടനാണെങ്കിലും എല്ലാവരും നല്ല മോട്ടിവേഷൻ ആയിരുന്നു. നമ്മൾ എത്ര വീക്കായിട്ടുള്ള ആളുകളാണെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് തരുന്ന ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വരും. മാക്സിമം ഒരുപാട് നമ്മുടെ ഇവിടെ വന്നിരുന്ന അത്രയും പേര് ഒരുപാട് വീക്കായിട്ടുള്ള ആളുകൾ പല ഫിസിക്കലും പോലീസിനെ ആണെങ്കിലും എക്സൈസിനെ ആണെങ്കിലും ഫയറിനെ ആണെങ്കിലും ഒക്കെ പാസ്സായി പോയ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എത്ര വീക്കാണെങ്കിലും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പല വർക്കൗട്ടിലൂടെ തന്നെ നമ്മുടെ ഫിസിക്കും നമ്മുടെ സ്ട്രെങ്ത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള വർക്കൗട്ടുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പം മാക്സിമം നമ്മളിവിടെ വന്നു, നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്തു. ഫിസിക്ക് നല്ല മോശമായിട്ട് കണ്ടീഷൻ കുറേ മാസങ്ങളെടുത്തു നമുക്ക് ആ ഒരു റണ്ണിങ് കപ്പാസിറ്റിയിലേക്ക് വരാൻ തന്നെ. അപ്പോൾ അത്രയും സമയം തന്നെ നല്ല രീതിക്ക് രാജേഷേട്ടൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലിയിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയും നമ്മൾ ഫിസിക്കൽ നന്നായിട്ട് അടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഫിസിക്കൽ എന്തായാലും കഴിഞ്ഞു. ഇപ്പോൾ ജോയിനിങ് ആയിട്ടുണ്ട്. അപ്പോൾ സന്തോഷം. ഓക്കെ, അതർ ജില്ലയിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. അവരോട് എന്താണ് പറയാറുള്ളത്? നമ്മളിപ്പോൾ പല ജില്ലകളിലും നമ്മളിങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണും. അതുപോലെ നമ്മൾ യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് കാണും, നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ മലപ്പുറം, കോഴിക്കോട്, എറണാകുളം അവിടെ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് പേര് വന്ന് പാസ്സായി നല്ല സന്തോഷത്തോടെ പോയി ഇപ്പോൾ ജോബിന് കയറി. അങ്ങനെ നമുക്ക് കുറേ റിസൾട്ട് നമ്മുടെ ക്യാമ്പിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ മറ്റേത് ജില്ലയിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫിസിക്കൽ അടിച്ചിട്ട് പോകുക തന്നെ ചെയ്യും. അത് 100% ഉറപ്പാണ്. ഇവിടെ നിന്ന് 100% നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ ഒരു 100% കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായും ഫിസിക്കൽ അടിച്ചു പോകും. ഓക്കെ, ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് രഞ്ജിത. ഏകദേശം ജനുവരി മുതലാണ് ഇവിടെ വരാൻ തുടങ്ങിയത്. ഏകദേശം 8-9 മാസത്തോളമായി ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. എനിക്ക് സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഒട്ടും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഗ്രൗണ്ടിൽ ഒരു റൗണ്ട് പോലും തികച്ച് ഓടാൻ ഒരു അത്രയ്ക്കും കഴിവില്ലാത്ത ഒരാൾ തന്നെയായിരുന്നു ഞാൻ. ഒരു ബിഗ് സീറോ ആയിട്ടായിരുന്നു ഞാൻ ഫിസിക്കലി ഇവിടെ എത്തിയിരുന്നത്. ശരിക്കും വരുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു വെയിറ്റും ഉണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് 70 above kg ഉണ്ടായിരുന്നു. സോ എനിക്ക് ഫസ്റ്റ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് വെയിറ്റ് മാക്സിമം കുറയ്ക്കുക, എൻ്റെ ബോഡി ഫിറ്റ്നസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ മോട്ടീവ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ എത്തിയിട്ട് നമുക്ക് ഗ്രൗണ്ടിൽ ഇവിടെ നോർമലി നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ഐറ്റംസ് നമ്മൾ ഡെയിലി ചെയ്യുന്ന റൂട്ടീൻസ് ആണ്. നമ്മൾ മൺഡേ തൊട്ട് സാറ്റർഡേ വരെ നമുക്ക് സ്റ്റെപ്പിംഗ് ഉണ്ട്, അതുപോലെ ABC, പിന്നെ നമ്മൾ ഷട്ടിൽ ചെയ്യാറുണ്ട്, പിന്നെ 150 അടിക്കാറുണ്ട്, പിന്നെ നമ്മൾ ക്രോസ് കൺട്രി ചെയ്യാറുണ്ട്. അപ്പം ഇത്രയും ഐറ്റംസ് നമ്മൾ ഫസ്റ്റ് ഒരു 6 മാസത്തോളം അല്ലെങ്കിൽ 7 മാസത്തോളം ഈ ഐറ്റംസ് മാത്രമായിരുന്നു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത്രയും ഐറ്റംസ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല, കാരണം ബോഡി വെയിറ്റ് പലത് കാരണം. പക്ഷെ എന്നാലും നമ്മൾ രാജേഷേട്ടൻ്റെ ഒരു കംപ്ലീറ്റ് മോട്ടിവേഷൻ കാരണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്ന് ഫുൾ സപ്പോർട്ട് ചെയ്ത് സ്റ്റെപ്പിംഗ് ഒന്നും എനിക്ക് ഫസ്റ്റ് ചെയ്യാൻ പോലും ആവുന്നില്ല. ഒരു തവണയൊക്കെ കയറി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മതിയാവും. ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് നമ്മൾ കുറേ മാസങ്ങൾ കൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10-12 kgs എല്ലാം വെയിറ്റ് കുറച്ച് പിന്നെ നമ്മൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്ന ശേഷം ശരിക്കും നമ്മൾ ഓരോ ഐറ്റംസ് ചെയ്യുമ്പോഴും നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും രാജേഷേട്ടൻ ഫുൾ സപ്പോർട്ടായിരുന്നു. നമ്മൾ റോഡൊക്കെ ഓടുന്ന സമയത്ത് മഴ സമയത്ത് നമ്മൾ ഫുള്ളും റോഡായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. റോഡ് ഓടുന്ന സമയത്ത് ബോയ്സ് എല്ലാവരും ഫ്രണ്ടിൽ ഓടുമ്പോഴും രാജേഷേട്ടൻ ആരുമില്ലെങ്കിലും നമ്മളുടെ കൂടെ നിന്ന് ഗേൾസിന്റെ കൂടെ നിന്ന് ആ എൻഡിൽ ഓട് എന്ന് പറഞ്ഞ് ഫുൾ സപ്പോർട്ട് എന്ന് ഓടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ 150 അടിക്കുമ്പോഴാണെങ്കിലും ഒരു തവണ നമ്മൾ ചെയ്ത് മതിയാവുമ്പം നിങ്ങൾ നെഗറ്റീവ് അടിക്കണ്ട, നിങ്ങളെ കൊണ്ട് പറ്റും, ചെയ്യെന്ന് പറഞ്ഞ് ഫുൾ മോട്ടിവേഷൻ തന്ന്
നമുക്ക് ആ ഒരു ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ മൈൻഡിൽ, നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്, നിങ്ങളുടെ ഭാവിയാണ് അവിടെ എത്തിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു മൈൻഡിൽ നമുക്ക് ആ ഒരു ഫയർ തരാൻ രാജേട്ടനും അതുപോലെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പിൽ ഓരോരുത്തർ ബോയ്സോ അല്ലെങ്കിൽ മറ്റുള്ള ഗേൾസ് ആയിക്കോട്ടെ ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാമ്പിൽ ഒരുപക്ഷെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കില്ലായിരുന്നു. എന്നെ കൊണ്ട് ഒരിക്കലും പോലീസിനും ഫിസിക്കല് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അത്രയും ഒരു 6-7 മാസത്തെ ഇത്രയും ഇതിന് ശേഷം 1 മാസം മാത്രമായിട്ടുള്ളൂ നമ്മൾ ഐറ്റംസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ശരിക്കും 100-200 ഒക്കെ ചെയ്ത് ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഈ 1 മാസം അതുവരെ മറ്റുള്ളവരുടെ എല്ലാം ഐറ്റം ചെയ്തിരുന്നാലും നമ്മൾ ചെയ്യുന്ന ഡെയിലി വർക്ക്ഔട്ട്, നമ്മുടെ ഡെയിലി എന്ത് റുട്ടീനാണോ ഫോളോ ചെയ്യുന്നത് ആ റുട്ടീൻ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ 100-200 ലാസ്റ്റ് ഒരു 3-4 സെറ്റ് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ എന്നിരുന്നിട്ടും നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ 100 അടിക്കാൻ പറ്റി, ടൈമിന് മുന്നേ ഫിനിഷ് ചെയ്യാൻ പറ്റി, 200 ടൈമിങ്ങിന് മുന്നേ ഫിനിഷ് ചെയ്യാൻ പറ്റി, ഷട്ടിലും അതുപോലെ തന്നെ ടൈമിങ്ങിന് മുന്നേ ഫിനിഷ് ചെയ്യാൻ പറ്റി. അപ്പൊ എന്താ പറയാ, എല്ലാം ഒരു നല്ലൊരു ഇവിടെ നമ്മുടെ വർക്കൗട്ട് മാത്രം ചെയ്താൽ മതി. എത്ര വെയിറ്റ് ഉള്ള ആളാണെങ്കിലും ശരി ഈസി ആയിട്ട് ഫിസിക്കൽ പാസ്സാവും. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്.